നമ്മുടെ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ലോകക്രമം എന്ന് പറയുന്നത് 1945 ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്നതാണ്. ആ ലോകക്രമം നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. എന്താണ് ഉദാരവാദ ലോകക്രമം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ വ്യാപാരവും സ്വതന്ത്രമായ ടെക്നോളജിയുടെ സഞ്ചാരവും സ്വതന്ത്രമായ മൂലധനത്തിൻ്റെ സഞ്ചാരവും എല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു സാമ്പത്തിക ക്രമവും അതിൻ്റെ രാഷ്ട്രീയ ക്രമവുമാണ് ഈ ആഗോള തലത്തിൽ നിലവിൽ വന്ന ഉദാരവാദ ലോകക്രമം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം 1945 ആയപ്പോഴത്തേക്കും അമേരിക്ക ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ 80 വർഷമായി ഈ സാമ്പത്തിക നയങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ വാസ്തവത്തിൽ അമേരിക്ക തന്നെയാണ്. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഈ യഥാർത്ഥ പ്രശ്നങ്ങളെ കാണാതുള്ള ഒരു പരിഹാര നിർദ്ദേശമാണ് വാസ്തവത്തിൽ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അമേരിക്ക നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ചൈനയാണ്. നമ്മൾ കാണേണ്ടത് കാര്യം, സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളി ആയിരുന്നില്ല. കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമാനമായിരുന്നില്ല സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ് വ്യവസ്ഥ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചില മേഖലകളിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടായെങ്കിലും എല്ലാ മേഖലകളിലും വെല്ലുവിളിയെ ഉയർത്താൻ അന്നും സോവിയറ്റ് യൂണിയന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയെ ഏതെല്ലാം തരത്തിൽ വെല്ലുവിളിക്കാമോ, സാമ്പത്തിക രംഗത്ത്, സൈനിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, ഇതിനെല്ലാം വെല്ലുവിളിക്കാനോ ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനോ കഴിയുന്ന തരത്തിൽ ചൈന വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ കാണേണ്ട കാര്യം, ഈ അമേരിക്ക വാസ്തവത്തിൽ ഒരു ശരിയായിട്ടുള്ള എതിരാളിയെ കാണുന്നത് ഇപ്പോഴാണ്. ആ എതിരാളിയെ കണ്ടതിലും അതിനെ നേരിടുന്നതിലുമുള്ള പരിഭ്രാന്തിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഈ താരിഫ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ചൈനയ്ക്കെതിരായി അമേരിക്ക ഈ പടപ്പുറപ്പാട് തുടങ്ങിയത് 2010 മുതൽ തുടങ്ങിയെന്ന് പറയാം. അത് ഒബാമയുടെ കാലത്ത് തുടങ്ങിയെന്ന് പറയാം. ഒബാമയുടെ കാലത്താണ് ഈ അദ്ദേഹം ഏഷ്യൻ പിവട്ട് എന്ന് പറയുന്ന ഏഷ്യൻ അച്ചുതണ്ട് പദ്ധതി അവതരിപ്പിക്കുന്നത്. ഏഷ്യൻ അച്ചുതണ്ട് പദ്ധതി അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏഷ്യൻ അച്ചുതണ്ട് പദ്ധതി അവതരിപ്പിച്ചത് അമേരിക്കയ്ക്ക് മാത്രം ചൈനയുടെ വളർച്ച ഉയർന്നുവരവ് നേരിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഏഷ്യയിലുള്ള സുഹൃത്തുക്കൾ, അത് ജപ്പാനാവട്ടെ, സൗത്ത് കൊറിയ ആവട്ടെ, ഇന്ത്യ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ട് ചൈനയെ ഈ ഏഷ്യൻ മേഖലയിൽ തടയുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. എന്നാൽ അതൊന്നും ഫലപ്രദമായി ചൈനയുടെ ഉയർന്നുവരവിനെ തടയാൻ പറ്റിയില്ല. ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി, ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന സാമ്പത്തിക ശക്തിയായി, ഏറ്റവും അധികം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ള രാജ്യമായി, അങ്ങനെ അതുപോലെ തന്നെ സ്വന്തമായിട്ട്, അതായത് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് പോലെയുള്ള വലിയ ബാങ്കുകൾ സ്വന്തമായി നേതൃത്വം കൊടുത്ത് സ്ഥാപിക്കുന്നത് രാജ്യമായി മാറി. ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് പോലെയുള്ള വലിയ ആഗോള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾക്ക് ബദലായി ഉള്ള രാജ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തതിൻ്റെ കാരണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് വളരാൻ ശ്രമിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. ചൈനയാണ് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ഫോക്കസ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ അങ്ങനെ ആ ചൈനയെ വാസ്തവത്തിൽ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ വ്യാപാര യുദ്ധം ആരംഭിക്കുക. ഡൊണാൾഡ് ട്രംപ് ആദ്യം ട്രംപിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം ആരംഭിച്ചിരുന്നു. ചൈനയ്ക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ചൈനയിലേക്കുള്ള ചൈനയിൽ നിന്നുള്ള പല ഇറക്കുമതികളും തടഞ്ഞിരുന്നു. ഈ നയം തന്നെ നമ്മൾ കാണേണ്ട കാര്യം ഇതാണ്. ട്രംപ് തുടങ്ങിവെച്ച, ട്രംപിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ബൈഡൻ പോലും ട്രംപ് ചൈനയ്ക്കെതിരായി തുടങ്ങിവെച്ച നയങ്ങൾ മാറ്റിയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ചൈന വിരുദ്ധമായ, ചൈനയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിനെ തടയുന്നു, അല്ലെങ്കിൽ ചൈനയുടെ ടിക്ടോക്ക് പോലെയുള്ളവ നിരോധിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ചൈനയുടെ പല ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളും, അതുപോലെ തന്നെ ചിപ്പ് ആക്ട്, സെമി കണ്ടക്ടർ അവർക്ക് ലഭിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുന്നു. ഈ തരത്തിൽ, അതായത് ട്രംപ് തുടങ്ങി വെച്ച കാര്യങ്ങളെ
തുടരുന്നതോടൊപ്പം അവയെ കൂടുതൽ ശക്തിപ്പെടുത്തി ചൈന വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്ന നയമാണ് ബൈഡനും സ്വീകരിച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് വാസ്തവത്തിൽ രണ്ടാം തവണ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചൈനയ്ക്കെതിരായി 60% ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ നയത്തിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഇപ്പോൾ പിന്നെ ട്രംപ് നടത്തിയിരിക്കുന്നത്. അതിനകത്തുള്ള ട്രംപിന് പറ്റിയ ഏറ്റവും വലിയ തന്ത്രപരമായ പിഴവ് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ പീറ്റർ നവാരോ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഉപദേഷ്ടാവാണ്. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണെന്നാണ് അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ഒരു വ്യാജ സാമ്പത്തിക ഉപദേഷ്ടാവാണെന്നാണ് ലോകം ഇപ്പോൾ പറയുന്നത്. കാരണം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ അദ്ദേഹം ഈ സാമ്പത്തിക അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം റോൺ വാരോ എന്ന് പറയുന്ന ഒരു പ്രമുഖനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മെച്ചം ഇങ്ങനെയാണെന്ന് റോൺ വാരോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പലയിടങ്ങളിലും റോൺ വാരോ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളൊക്കെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ ലോക സാമ്പത്തിക സമൂഹം ആരാണ്, ഹൂ ഈസ് ദിസ് റോൺ വാരോ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും അന്വേഷിച്ച് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരാളില്ല, റോൺ വാരോ എന്ന് പറയുന്ന ഒരാളെ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് റോൺ വാരോ എന്ന് പറയുന്നത് പീറ്റർ നവാരോ എന്നുള്ള പേര് ഞാൻ തിരിച്ചിട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം ഒരു വ്യാജ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഈ ഉപദേശം കേട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ട്രംപ് ലോക രാജ്യങ്ങൾക്കൊട്ടാകെ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ശത്രു ആരാണ്? നിങ്ങളുടെ മുന്നിലുള്ള അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാന ശത്രു ചൈനയാണ്. അപ്പോൾ ചൈനയെ നേരിടാൻ നിങ്ങൾ പോകുമ്പോൾ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും ശത്രുവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഇവിടെയാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം. 185 രാജ്യങ്ങൾക്കെതിരെ 10% തീരുവ അദ്ദേഹം ചുമത്തി. ഈ 10% തീരുവ ചുമത്തുക എന്ന് പറഞ്ഞാൽ തന്നെ, ഇറക്കുമതി ചുമത്തുക എന്ന് പറഞ്ഞാൽ തന്നെ, ഇതാരാണ് അന്തിമമായി ഈ തീരുവയുടെ ഫലം, ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക? ചൈന ഇറക്കുമതി ചെയ്യുന്ന ഒരു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് $100 വിലയുണ്ട് എങ്കിൽ അതിൻ്റെ മുകളിൽ 145 ശതമാനം ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട കാര്യം 145% വർധനവാണ് ആ $100 എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൻ്റെ പുറത്തുണ്ടാകുന്നത്. ഒരു $100 പുറത്ത് 25% തീരുവ ഏർപ്പെടുത്തിയാൽ $125 മാറും. അപ്പോൾ അങ്ങനെ ഈ നമുക്കറിയാം അമേരിക്കയിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് ഒക്കെ എന്നേ നിന്നുപോയി. അപ്പോൾ ഈ ലോകത്തിന് അമേരിക്കയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ഈ ചൈനയിൽ നിന്നാണ് വില കുറഞ്ഞ മെച്ചപ്പെട്ട അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നത്. അത് ഇപ്പോൾ 245% ഇപ്പോൾ ചൈനയ്ക്കെതിരായിട്ട് അദ്ദേഹം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം. അപ്പോൾ അങ്ങനെ ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കെതിരായിട്ടും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് നൊബേൽ സമ്മാനം, സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം നേടിയ ജോസഫ് സ്റ്റീഗ്ലിറ്റ്സും അതുപോലെ തന്നെ നൊബേൽ സമ്മാനം നേടിയ പോൾ ക്രഗ്മാനും അത് സാമ്പത്തിക ശാസ്ത്രജ്ഞരായ ജിം ഒനീലും ജെഫ്രി സാക്സും എന്ന് വേണ്ട ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയുന്ന മുഴുവൻ ആളുകളും ഒരേ സമയം ഒരേപോലെ പറയുന്ന കാര്യമുണ്ട്. ഈ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ കഴിയില്ല. ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ട്രംപ് പരിഗണിച്ചതേയില്ല. അദ്ദേഹം പറഞ്ഞു കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, പിന്നെ എന്താണ് നമ്മളൊരു പെയിൻ ഉണ്ടാവും, പിന്നെ ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾ എന്താ ചെയ്തത്? അവസാനം ഈ ചുങ്കങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങിയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഷെയർ മാർക്കറ്റ്, ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞു. $10 ട്രില്യൺ നഷ്ടമാണ്. $10 ട്രില്യൺ നഷ്ടമാണ്, സാമ്പത്തിക നഷ്ടമാണ് ഓഹരി വിപണിയിൽ സംഭവിച്ചത്. നമുക്കറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആകെ ശക്തി എന്ന് പറയുന്നത് 4 ട്രില്യനാണ്. അപ്പോൾ $10 ട്രില്യൺ നഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഓഹരി വിപണിയിൽ ഉണ്ടായ നഷ്ടം. അപ്പോൾ ഓഹരി വിപണിയിൽ വമ്പിച്ച നഷ്ടം ഉണ്ടാകാൻ തുടങ്ങി. അതോടൊപ്പം ഓഹരി വിപണിയിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ തുടർച്ചയെന്നോണം അമേരിക്കൻ ബോണ്ടുകൾക്കും വിലയിടിയാൻ തുടങ്ങി. അമേരിക്കൻ ബോണ്ടുകൾ എന്ന് പറയുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ഓരോ രാജ്യങ്ങൾ അമേരിക്ക പുറപ്പെടുവിച്ച ബോണ്ടുകൾ വാങ്ങിച്ച് വെച്ചുകൊണ്ട് ആ സമ്പത്ത് വെച്ചാണ് അമേരിക്ക ഈ കളിയെല്ലാം കളിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ബോണ്ടുകൾ അത് കൈവശമുള്ള ആളുകൾ വിൽക്കാൻ തുടങ്ങിയപ്പോൾ ട്രംപ് ചൂടാകാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഉടനെ ഈ ബോണ്ട് വിപണിയിൽ ബോണ്ട് വിൽപ്പന അതിശക്തമായി രംഗത്ത് വന്നപ്പോഴാണ് 90 ദിവസത്തേക്ക് ഈ താരിഫുകളെല്ലാം മരവിപ്പിക്കാൻ തീരുമാനിച്ചത് ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ.
അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന അത്രമാത്രം, അതായത് നേരത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹം ഇത് ഏർപ്പെടുത്തിയത് ഈ വലിയ രീതിയിൽ എല്ലാ രാജ്യങ്ങൾക്കും വരെ ചുങ്കം ഏർപ്പെടുത്തി ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറഞ്ഞത് ഇത് ഏപ്രിൽ മാസം 1-ാം തീയതി ആയിരുന്നു വാസ്തവത്തിൽ നടപ്പിലാക്കേണ്ടത്. കാരണം ഇത് വിഡ്ഢിത്തമാണ് ഈ തീരുമാനം, അതുകൊണ്ട് വിഡ്ഢി ദിനത്തിലായിരുന്നു വാസ്തവത്തിൽ ഇത് എടുക്കേണ്ടിയിരുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനം ആൾക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയുന്നവരെല്ലാവരും ഈ പറയുന്ന തരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും നേരെ ഉപരോധം, വ്യാപാര ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരു രാജ്യത്തിനും കഴിയില്ല എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം പക്ഷേ ചൈനയ്ക്കെതിരായി പിന്നെ ചൈന വാസ്തവത്തിൽ ഈ ട്രംപ് അധികാരത്തിൽ വരും, 2-ാം തവണയും അധികാരത്തിൽ വരും എന്നുള്ളത് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്ന ഒരു രാജ്യം ചൈനയാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, 1-ാം തവണ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ വ്യാപാര ചുങ്കങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ അവർ ഈ അമേരിക്കയിലേക്ക് 20% ആ കാലഘട്ടത്തിൽ കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്ന ചൈന ഇപ്പോൾ ഏകദേശം 13% ഉൽപ്പന്നങ്ങളാണ് ഇറക്കുക. 7% അവർ കുറച്ചു. എന്ന് മാത്രമല്ല അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ആഭ്യന്തര തലത്തിൽ അവരുടെ ആൾക്കാർ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ കംബോഡിയ, തായ്ലൻഡ്, ആസിയാൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അങ്ങനെയുള്ള ഇടങ്ങളിലേക്കും അവരുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്ന, വൈവിധ്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് വന്നു. അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കംബോഡിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഏതാണ്ട് 3,400 പിന്നെന്താണ് ഇറക്കുമതി ചുങ്കമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതായത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഈ കംബോഡിയയുടെ ഉൽപ്പന്നമായിട്ട് അമേരിക്കയിൽ ചെല്ലുന്നു, അത് തടയണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എന്താ ട്രംപ് ഉദ്ദേശിക്കുന്നത്? ട്രംപിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ ഉൽപ്പാദനം അമേരിക്കയിൽ ശക്തമാക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വൻ ഫാക്ടറി സ്ഥാപിച്ച് അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വർഷം വേണ്ടി വരും എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ വ്യവസായികളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത്? വ്യവസായികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാഭമാണ്. ആ ലാഭം കിട്ടുന്നതിന് അവർക്ക് വേണ്ടത് ചീപ്പ് ലേബറും ചീപ്പ് റിസോഴ്സസുമാണ്. അതുമാത്രമല്ല ഈ അമേരിക്കയിലുള്ള ഈ പരിസ്ഥിതി നിയമങ്ങളല്ല മറ്റ് 3-4 ലോക രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഒരു നഷ്ടമുണ്ടായാൽ പോലും, അതായത് നമുക്കറിയാം യൂണിയൻ കാർബൈഡിൽ ഉണ്ടായ നഷ്ടപരിഹാരം ഇപ്പോഴും കൊടുത്തു തീർത്തിട്ടില്ല. അതേസമയം അമേരിക്ക പോലുള്ള രാജ്യത്താണെങ്കിൽ ഒരു ദുരന്തമുണ്ടായാൽ ആ കമ്പനി വാസ്തവത്തിൽ പൊളിഞ്ഞു പോകും. അപ്പോൾ യാതൊരുവിധ നഷ്ടവുമില്ലാതെ, യാതൊരുവിധ പ്രതിസന്ധികളുമില്ലാതെ, യാതൊരുവിധ വെല്ലുവിളിയും ഇല്ലാതെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് 3-4 ലോക രാജ്യങ്ങൾ. ആ 3-4 ലോക രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെ ജീവനക്കാർക്ക് വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് എത്ര പേര് അമേരിക്കയിൽ മാനുഫാക്ചറിങ് വ്യവസായങ്ങൾ തുടങ്ങും? എന്ന് മാത്രമല്ല, മാനുഫാക്ചറിങ് വ്യവസായമല്ല ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ നയിക്കുന്നത്, സേവന മേഖലയാണ്. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കെതിരായിട്ട് അവർ ഏർപ്പെടുത്തിയത് 26% ചുങ്കമാണ്. അതിൻ്റെ കണക്കെന്താണ്? അവരുടെ നമ്മൾ കയറ്റുമതി അങ്ങോട്ട് ചെയ്യുന്ന നമ്മളും അവരും തമ്മിലുള്ള വ്യാപാരത്തിൽ അവർ ആ കണക്കൂട്ടിയെടുത്തിരിക്കുന്നത് 52% ഈ ചുങ്കം എന്നാണ്. 52% ചുങ്കം എന്ന് കണക്കാക്കിയിട്ട് 26%, അതിൻ്റെ പകുതി നമുക്ക് ചുമത്തിരിക്കണം. വാസ്തവത്തിൽ അമേരിക്ക കയറ്റുമതി ചെയ്യുന്ന സേവന മേഖലയുടെ കണക്ക് അവർ പരിഗണിച്ചിട്ടേയില്ല. അപ്പോൾ ഈ തരത്തിൽ അമേരിക്കയ്ക്ക് തോന്നുന്ന തരത്തിലൊരു കണക്കുണ്ടാക്കിയിട്ട് അത് മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ളൊരു സമീപനമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായിരിക്കുന്നത് എന്താണ്? അതുകൊണ്ടുണ്ടായിരിക്കുന്നത് അമേരിക്ക ലോകത്ത് ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നതാണ് അമേരിക്കയെ ഒന്നാമതാക്കുക എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം വാസ്തവത്തിൽ ഒന്നാമതാക്കാൻ പോകുന്നത് ചൈനയാണ്. കാരണം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ മുതലായ രാജ്യങ്ങൾക്കെല്ലാം എതിരായി ഈ ചുങ്കം ഏർപ്പെടുത്തുകയും അവരെല്ലാം ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്തതിലൂടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ചൈനയുമായിട്ടുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങൾ സംഭവിക്കും. അമേരിക്ക നേതൃത്വം നൽകിയിരുന്ന ആഗോള ലോകക്രമം, അതായത് രാഷ്ട്രീയ ലോകക്രമത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇരുന്ന അമേരിക്ക ആ പദവിയിൽ നിന്ന് താഴെ വീഴുകയും, സാമ്പത്തിക രംഗത്ത് താഴെ വീഴുകയും,
ഈ രണ്ട് മേഖലയും സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ചൈന ഒരു വലിയ ശക്തിയായി മാറുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ എന്താണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ എന്താണോ ഉദ്ദേശിച്ച് തുടങ്ങിയത് അതൊന്നും നടക്കുന്നതുമില്ല. അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും അമേരിക്കൻ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ട്രംപ് അധികാരമേറ്റെടുത്ത് 3 മാസം തികയുന്ന ഏപ്രിൽ 20-ാം തീയതി 50-50-1 എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് അമേരിക്കയിലെ ആയിരക്കണക്കിന് ആളുകൾ, പിന്നെ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് നഗരങ്ങളിൽ വളരെ വലിയ റാലികൾ, അതായത് ട്രംപ് ഇപ്പോൾ, അതായത് വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ അവർ കൊണ്ട് കെട്ടിയ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ട്രംപ് ഇപ്പോൾ ഉടൻ രാജിവെച്ചൊഴിയണമെന്നാണ്. ട്രംപ് ഫാസിസ്റ്റാണ്, ട്രംപിൻ്റെ ഫാസിസത്തെ ഞങ്ങൾ ചെറുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വമ്പിച്ച്. കാരണം എന്താണ്, അമേരിക്കയിലെ ട്രംപിന് വോട്ട് ചെയ്ത ആളുകൾ തന്നെ ക്യാമറകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നത് ഇതല്ല ഞങ്ങൾ ട്രംപിൽ നിന്ന് പ്രതീക്ഷിച്ചത്, വില കുറയ്ക്കുമെന്നും ഞങ്ങൾക്ക് ജോലി ഉറപ്പാക്കുമെന്നും ഒക്കെ പറഞ്ഞ ട്രംപ് ഈ ഡോജ് എന്ന് പറയുന്ന ഈ എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം, ആയിരക്കണക്കിന് അമേരിക്കൻ ആൾക്കാരെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്, തൊഴിലില്ലാതായി. എന്ന് മാത്രമല്ല, ഈ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയോട് കൂടിയിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ വില വർദ്ധിക്കാൻ തുടങ്ങി. ആപ്പിളാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മൊബൈൽ, അത് $13,000 കിട്ടിക്കൊണ്ടിരുന്നത് $21,000 വില വർദ്ധിച്ചു. അപ്പോൾ ഈ തരത്തിൽ എല്ലാവിധ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അത് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജയിച്ച സ്വിംഗ് സ്റ്റേറ്റാണ്. അവിടെ അദ്ദേഹം ജയിച്ചതിന് ശേഷം ഇപ്പോൾ അവിടെ സുപ്രീം കോടതി, അവിടുത്തെ വിസ്കോൺസിൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയാണ് അവിടുത്തെ ആ സംസ്ഥാനത്തെ സുപ്രീം കോടതി. അവിടുത്തെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഈ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏറ്റവും അധികം പണം മുടക്കുകയും നേരിട്ട് വിസ്കോൺസിൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രചാരണം നടത്തുകയും ചെയ്ത എലോൺ മസ്കാണ്. ആ എലോൺ മസ്ക് ഇത്രയും വലിയ പ്രചാരണം നടത്തുകയും ട്രംപ് ആ സ്ഥാനാർത്ഥിക്ക്, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പിന്തുണ നൽകുകയും ചെയ്തിട്ടും അവിടെ 10% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചത്. അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ച സ്ഥലത്ത് 10% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജയിച്ചു. അതുപോലെ തന്നെ മറ്റ് ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചെങ്കിലും ഭൂരിപക്ഷം വളരെ വലുതായിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയ രംഗത്ത്, ആഭ്യന്തര രംഗത്ത്, അതായത് 3 മാസത്തിനുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജനങ്ങളുടെ ഒപ്പീനിയൻ പോൾസ് നടത്തിയപ്പോൾ വളരെ വലിയ ഇടിവാണുണ്ടായെന്ന് മാത്രമല്ല, CNN പോലെയുള്ള ചാനലുകൾ നടത്തുന്ന അഭിപ്രായ സർവേകളിൽ ഇപ്പോൾ ഇരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി ഏറ്റവും ഒടുവിൽ വന്ന അഭിപ്രായ സർവേ പ്രകാരം 54% ഉത്തരവാദി ട്രംപാണെന്നാണ് പറഞ്ഞത്. അഭിപ്രായ വോട്ടെടുപ്പുകളിലും വളരെ പിന്നിലായിട്ട് ഇത്രയും ഒരു അധികാരത്തിൽ വന്ന പ്രസിഡന്റ് ഇത്ര പെട്ടെന്ന് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ താഴേക്ക് പോകുന്നത് അപൂർവമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ തരത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്ക പ്രതിസന്ധിയിലാകുന്നു, രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്ക ഒറ്റപ്പെടുന്നു. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ എന്താണ് പറയുക, നമ്മൾ പറയും ഒരു പൻഡോറാസ് ബോക്സ് തുറന്നതുപോലെയാണ്. ഒരു പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ ഒരു കൂട്ടമാണ് വാസ്തവത്തിൽ ഈ വ്യാപാര യുദ്ധം തുടങ്ങിയതിലൂടെ ട്രംപ് തുടങ്ങിയിരിക്കുന്നത്. അത് ട്രംപിനും ഗുണകരമാവില്ല, അമേരിക്കയ്ക്കും ഗുണകരമാവില്ല, ലോകത്തിനൊട്ടാകെയും ഗുണകരമാവില്ല എന്നുള്ളതാണ് വസ്തുത.